Hi friends, Assalamu alaikum. Bismi Kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല 4 മണി ചായക്കൊപ്പവും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാളയാണ്. വളരെ ചെറിയ സവാളയാണ്. വലുതാണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതിയാകും. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു തക്കാളിയും ഇതേപോലെ ചെറുതായിട്ട് വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന മല്ലിയില വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ബിരിയാണി മസാലയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഈ മല്ലിയിലെ എല്ലാം മുട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പൊടികളും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്കിത് 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാൻ ഇവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് റെഡിയാക്കാനായിട്ട് ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ മതിയെങ്കിൽ അത് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ആ കൂട്ടിലേക്ക് ഒരു ബ്രെഡ് ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. ബ്രെഡ് അത്യാവശ്യം നല്ല രീതിയിൽ നനയണം, ആ രീതിയിലൊന്ന് മുക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇതേപോലെ വെജിറ്റബിളൊക്കെ ആക്കി കൊടുക്കുക. തക്കാളിയും ഉള്ളിയും മല്ലിയിലേക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആക്കി കൊടുക്കുക. അതിനുശേഷം അടുത്തൊരു ബ്രെഡ് എടുക്കുക. അതും ഇതേപോലെ നന്നായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ കലക്കിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരുപാട് സമയം മീഡിയം ഫ്ലെയിമിലും വെക്കരുത്. ഫ്ലെയിം ഒന്ന് കുറക്കുക ചൂടിനനുസരിച്ച്. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഒരു ഭാഗം ആവുന്ന സമയത്ത് പതുക്കെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇനിയിപ്പോൾ ഓഫീസിലേക്കൊക്കെ സ്നാക്കൊക്കെ കൊണ്ടുപോകുന്നവർക്കൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ആ ഒരെണ്ണം കൂടി റെഡിയാക്കി എടുക്കാം. ഇനി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, അതേ എണ്ണ തന്നെ മതി. അങ്ങനെ ഞാനിപ്പോൾ ഇത് 2 കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് സ്നാക്കായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.